നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്തയാണ്. ഇപ്പോൾ കേരള PSC നടത്തിയ ബിരുദതല പ്രാഥമിക പരീക്ഷ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാം നടന്നിരുന്നു മെയ് 24-ന്. അന്നേ ദിവസം എക്സാം എഴുതാൻ കഴിയാത്തവർക്ക് ജെനുവിൻ ആയിട്ടുള്ള റീസൺസ് ഉണ്ടെങ്കിൽ അവർക്ക് എഴുതാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ അതേ ദിവസം തന്നെ അവർക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എക്സാമോ മറ്റോ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഹോൾ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് വാലിഡ് ആണ്. നമുക്ക് വേറൊരു ദിവസം എക്സാം എഴുതാം. അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം പറ്റി ചികിത്സയിലുള്ളവരോ അസുഖബാധിതരോ ഒക്കെയാണ് അതിൻ്റെ ഒരു പ്രൂഫും ഹാജരാക്കുകയാണെങ്കിൽ അവർക്ക് എക്സാം എഴുതാവുന്നതാണ്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ബിരുദതല പ്രാഥമിക പരീക്ഷ മതിയായ കാരണങ്ങളാൽ എഴുതാൻ കഴിയാത്തവർക്ക് അവസരം. 2025 മെയ് 24-ലെ ബിരുദതല പ്രാഥമിക പരീക്ഷാ ദിവസം അംഗീകൃത സർവകലാശാലകൾ സ്ഥാപനങ്ങൾ നടത്തിയ പരീക്ഷ ഉണ്ടായിരുന്നവർ 2 പരീക്ഷകളുടെയും അഡ്മിഷൻ ടിക്കറ്റ് പരീക്ഷാ തീയതി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഹാജരാക്കിയാലോ അപകടം പറ്റി ചികിത്സയിലുള്ളവർ അല്ലെങ്കിൽ അസുഖബാധിതർ എന്നിവർ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതിൻ്റെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയാലോ പ്രസവ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ അതുപോലെ തന്നെ ചികിത്സാ സർട്ടിഫിക്കറ്റും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ രണ്ടും ചേർത്ത് അപേക്ഷിച്ചാലോ ഗർഭിണികളായ ഉദ്യോഗാർത്ഥികളിൽ പരീക്ഷയുടെ അടുത്ത ദിവസങ്ങളിൽ പ്രസവം പ്രതീക്ഷിച്ചവർ യാത്രാ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിട്ടുള്ളവർ എന്നിവർ ആയത് തെളിയിക്കുന്നതിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ചികിത്സാ സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ടിക്കറ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം അപേക്ഷിച്ചാലോ പരീക്ഷാ തീയതിയിൽ സ്വന്തം വിവാഹം നടന്ന ഉദ്യോഗാർത്ഥികൾ തെളിവ് സഹിതം അപേക്ഷിച്ചാലോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മരണം കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർ രേഖകൾ സഹിതം അപേക്ഷിച്ചാലോ 2025 ജൂൺ 28-ന് നടക്കുന്ന 2ാം ഘട്ട പരീക്ഷ എഴുതുവാൻ അവസരം നൽകുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ 28-നാണ്. അന്നായിരിക്കും ഇവരുടെ എക്സാം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ മതിയായ രേഖകൾ സഹിതം അവരവരുടെ പരീക്ഷാ കേന്ദ്രം ഉൾപ്പെടുന്ന PSC ജില്ലാ ഓഫീസിൽ, തിരുവനന്തപുരം ജില്ല ഒഴികെയാണ് അപേക്ഷ നൽകേണ്ടത്. തിരുവനന്തപുരം ജില്ലയിലെ അപേക്ഷകളാണെങ്കിൽ PSC ആസ്ഥാന ഓഫീസിലെ EF വിഭാഗത്തിൽ നൽകേണ്ടതാണ്. 2025 ജൂൺ 2 മുതൽ 7 വരെ വൈകുന്നേരം 5:15 വരെ ലഭിക്കുന്ന അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ജൂൺ 2-ന് മുമ്പും ലഭ്യമായ അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. ജൂൺ 2 മുതൽ 7 വരെ. ജൂൺ 2-ന് അതിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിഷ്കർഷിച്ചിട്ടുള്ള പ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതാണ്. തപാൽ, ഇമെയിൽ വഴി ലഭിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ മാതൃക PSC വെബ്സൈറ്റിന്റെ ഹോം പേജിൽ മസ്റ്റ് നോ എന്ന ലിങ്കിൽ PSC എക്സാമിനേഷൻ അപ്ഡേറ്റ്സ് എന്ന പേജിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക PSC വെബ്സൈറ്റിൻ്റെ ഹോം പേജ് എടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മസ്റ്റ് നോ അല്ലെങ്കിൽ ആ ഒരു പേജിൽ PSC എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ്സ് എന്ന പേജിൽ ലഭിക്കുന്നതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോം. അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ഏതെങ്കിലും ഡോക്ടർമാർ അവർ പറയുന്ന ആ ഒരു ഡോക്ടർമാരെ കൊണ്ട് സൈൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് എപ്പോഴും എങ്ങനെയാണ് കൊടുക്കേണ്ടത് അതാണ് എപ്പോഴും ഓർക്കേണ്ടത്. നേരിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. അവരുടെ പരീക്ഷാ കേന്ദ്രത്തിൽ അവിടെ പോയി അപ്ലൈ ചെയ്യേണ്ടതാണ്. തപാൽ അല്ലെങ്കിൽ മെയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. അത് പ്രത്യേകം ഓർക്കുക. 2 മുതൽ 7-ാം തീയതി വരെയാണ് ആ ഒരു സമയം എന്നും ഓർക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരിലേക്കും ഈ ഒരു ന്യൂസ് നിങ്ങൾ അറിയിക്കുക. കുറേ പേർക്ക് എക്സാം മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു അവസരമാണ്. ഇപ്പം നമ്മൾ അസുഖവും എക്സാം മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞിരുന്ന ബാക്കി എല്ലാ റീസൺസും, വിവാഹം അതേ ദിവസം നടന്നതോ, മരണം, ബന്ധുക്കളുടെ മരണം നടന്നതോ, അപ്പം അങ്ങനെ വേറെ എന്തെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളവരോ ഒക്കെ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. താങ്ക് യു.